മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം.ജി. മനുവും സ്ഥാനമേൽക്കും. പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. വി വിനോദാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. വിനോദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമാണ്. ഇനി തീർത്ഥാടകരുടെ ഒരു പ്രവാഹത്തിനാണ് ശബരിമല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കുന്നു. പുതിയ ഭരണസമിതിയാണ് നേതൃത്വം നൽകുന്നത്. എന്താണ് വിവരം? ആചാരക്രമമനുസരിച്ച് വൃശ്ചികം 1 തലേ ദിവസമാണ് നട തുറക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി നട തുറക്കും. അതോടൊപ്പം തന്നെ പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും ഇവിടെ നടക്കും. ഇ.ഡി. പ്രസാദാണ് ശബരിമല മേൽശാന്തി, മാളികപ്പുറം മേൽശാന്തി എം.ജി. മനുവാണ്. ആ ചടങ്ങുകൾക്ക് ശേഷം ഇവിടേക്ക് ദർശനത്തിനുള്ള സൗകര്യം വൈകിട്ടോടുകൂടിയായിരിക്കും അയ്യപ്പ ഭക്തരെ ദർശനത്തിനുള്ള ഒരു അവസരമൊരുക്കുക. അവർക്കിവിടെ ദർശനം സാധ്യമാവുക. പമ്പയിലേക്ക് കഴിഞ്ഞ 2 ദിവസമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. അവർ പമ്പയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ വിവിധ ജോലികൾ ചെയ്യുന്നതിന് കരാറുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇവരെ പല സ്ഥലങ്ങളിലായി ഇനി വിന്യസിക്കുക എന്നതാണ്. പോലീസിന്റെ വിന്യാസം പൂർത്തിയായിട്ടുണ്ട്. ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ശ്രീജിത്ത് ഇവിടെ എത്തിയിരുന്നു. മറ്റ് സേനാ വിഭാഗങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റൊന്ന്, ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളാണ്. പലതും തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞു. മറ്റ് പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഈ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ, അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവസാന വട്ടത്തിലാണ്. ഭക്തർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് ദേവകുമാറാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തുന്നുണ്ട്. ഉച്ചതിരിഞ്ഞെത്തുന്ന അദ്ദേഹം ഇവിടെ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിയാവുന്നതാണ്. വലിയ വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് മണ്ഡല മകര വേണ്ടി നട തുറക്കുന്നത്. ശബരിമലയിൽ നിന്ന് വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. വിവാദത്തിനിടയിലാണ് ശബരിമലയിൽ ഇത്തവണ മണ്ഡല മകരവിളക്ക് സീസണ് തുടക്കമാകുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അത് ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വൈകാതെ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും എന്നതാണ് വിവരം. അന്വേഷണത്തോട് സഹകരിച്ചില്ല എങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. നേരത്തെ തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അസൗകര്യം അറിയിക്കുകയായിരുന്നു. അങ്ങനെ അസൗകര്യം അറിയിച്ചുകൊണ്ട് സാവകാശം നേടിയെങ്കിലും ആ സമയവും കഴിഞ്ഞ പശ്ചാത്തലം ആണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം റിമാൻഡിൽ തുടരുന്ന ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് വ്യക്തത വരും എന്ന നിഗമനത്തിൽ ആണ് SIT.